എമ്പുരാനുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തയാണ്. മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്ന് ബി.ജെ.പി. നേതാവ് പറഞ്ഞുകൊണ്ടുവന്നു. എമ്പുരാനെതിരെ വ്യാപക സൈബർ ആക്രമണവും രംഗത്ത് വന്നിട്ടുണ്ട്. എമ്പുരാൻ ചിത്രത്തിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ വിവാദമാകുന്ന സാഹചര്യത്തിൽ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെ എടുക്കണമെന്ന് പറഞ്ഞ് ബി.ജെ.പി. ദേശീയ കൗൺസിൽ അംഗം സി രഘുനാഥ് പറയുന്നു. മോഹൻലാൽ അറിയാതെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ സിനിമയിൽ വരില്ലെന്നാണ് രഘുനാഥ് പരാമർശിക്കുന്നത്. ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ് മോഹൻലാൽ. ബി.ജെ.പി. നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. എമ്പുരാൻ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജിനെതിരെ തീവ്ര ഹിന്ദുത്വവാദികളായ പ്രതീഷ് വിശ്വനാഥ്, അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, ലസിത പാലക്കൽ അടക്കമുള്ളവർ കടുത്ത വിദ്വേഷ പരാമർശങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. സിനിമയുടെ പ്രമേയത്തിൽ ഗുജറാത്ത് വംശീയതയെ ഓർമ്മപ്പെടുത്തുന്ന സീനുകൾ ഉൾപ്പെടുത്തിയതാണ് സംഘപരിവാർ ഗ്രൂപ്പുകളെ ചിത്രത്തിനെതിരെ ചൊടിപ്പിച്ചത്. നായകൻ മോഹൻലാലിനും സംവിധായകൻ പൃഥ്വിരാജിനുമെതിരെ സൈബർ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് സംഘപരിവാർ അനുകൂലികൾ. ആഗോള ബോക്സ് ഓഫീസിൽ റിലീസായി 48 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപ് തന്നെ 100 കോടി കളക്ഷൻ സ്വന്തമാക്കി എമ്പുരാൻ ചരിത്രം കുറിച്ചിരിക്കുന്നു. ചിത്രത്തിന്റെ അസാധാരണ വിജയത്തിന്റെ ഭാഗമായ എല്ലാവരെയും നന്ദി അറിയിച്ച് പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ കുറിപ്പും പങ്കുവച്ചു കഴിഞ്ഞു. പ്രേക്ഷകരുടെ സ്നേഹവും പിന്തുണയുമാണ് ചിത്രത്തിന്റെ വിജയം സാധ്യമാക്കിയതെന്നും താരം കുറിപ്പിൽ പറയുന്നു. 65 കോടി രൂപയിലേറെയാണ് ആദ്യ ദിന കളക്ഷൻ തന്നെ. കേരളത്തിലും ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനാണ് എമ്പുരാൻ സ്വന്തമാക്കിയത്. തമിഴ് സൂപ്പർ താരം വിജയിയുടെ ലിയോ നേടിയ 12 കോടി മറികടന്ന് 15 കോടിയാണ് ആദ്യ ദിന കളക്ഷൻ എന്ന് അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നു.